അധികാര ഭ്രമയുഗം. അധികാര പ്രമത്തതയുടെ അടിയൊഴുക്കുകളെ അസാധാരണമാം വിധം ആവിഷ്കരിക്കുന്ന സിനിമയാണ് ഈയിടെ പ്രേക്ഷക പ്രശംസ നേടിയ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി നായകനായ ഭ്രമയുഗം. രാഹുൽ സദാശിവനാണ് സംവിധായകൻ. പ്രശസ്ത നോവലിസ്റ്റ് ടി.ഡി. രാമകൃഷ്ണേതാണ് സംഭാഷണം. വളരെ കുറച്ച് അഭിനേതാക്കളെ അണിനിരത്തി ഇടിഞ്ഞു തകർന്ന് തീരാറായ പഴയൊരു മനയുടെ ഇത്തിരിയിടത്തിൽ ക്യാമറ വെച്ച് 17-ാം നൂറ്റാണ്ടിലെ തെക്കൻ മലബാറിന്റെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമ പൂർണ്ണമായും കറുപ്പിലും വെളുപ്പിലുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മാന്ത്രിക സിനിമയുടെ ജോണറിലാണ് കഥ പറച്ചിലെങ്കിലും അതിനുമപ്പുറം സഞ്ചരിക്കുന്ന വിധത്തിലാണ് അതിന്റെ കഥാ പരിസര സൃഷ്ടി. കൊടുമൺ പോറ്റിയുടെ വേഷത്തിൽ പകർന്നാടുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം മഹാമാന്ത്രികൻ എന്നതിനപ്പുറം പരമാധികാരത്തിന്റെ പൂമുഖത്ത് എന്നും കസേരയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന സർവശക്തനായ ചാത്ത സ്വരൂപനായാണ് സിനിമയിലുടനീളം പ്രത്യക്ഷീഭവിക്കുന്നത്. ഒരാളുടെ സമയവും ആയുസ്സും പണയവസ്തുവായി സ്വീകരിക്കപ്പെടുവോളം വിധിയൊരുക്കുന്ന പകിടകളിയിലെ വെറും കരുക്കളായി ചുരുക്കപ്പെടുന്ന നിസ്സഹായ ജന്മങ്ങളുടെ ദുർവിധിയുടെ കഥ കൂടിയാണിത്. കലിയുഗത്തിന്റെ അപഭ്രംശമായ ഭ്രമയുഗത്തിൽ ദൈവനിരാശത്തെ സ്വാഭാവിക ജീവിതക്രമമായി തന്നെ സ്വീകരിച്ചിട്ടുമുണ്ട്. ഒരാൾ ഉടയവനും മറ്റേയാൾ അടിയാനുമാകുന്നത് വിധിയുടെ വിളയാട്ടമായി അനുഭവിപ്പിക്കുന്ന സിനിമാ പരിസരം സർവാധിപത്യത്തിന്റെ അധികാര സ്വരൂപത്തെ സർവകാലത്തിനു വേണ്ടിയുള്ള സ്വാഭാവിക രീതിയും നീതിയുമാണ് അടയാളപ്പെടുത്തുന്നത്. അടിമ സ്വതന്ത്രനാകാനല്ല, മറ്റൊരു ഉടയവനാകാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന ഹെഗേലിയൻ വർഗാധിപത്യ തത്വത്തെ സർവദാ സംവേദിപ്പിക്കുന്ന വിധത്തിലാണ് സിനിമയുടെ കഥാന്തു വികസിപ്പിക്കുന്നതും സമാപിക്കുന്നതും. വിട്ടുപോകാനുള്ള അനുവാദം പോലും അടിമയുടെ ദാസ്യത്വത്തോട് ചേർന്ന് അപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ബ്രഹ്മയുഗത്തിലെ സർവാധികാരി മേലാളഭാവത്തെ അതിന്റെ സകല ആസുരതയോടെയും ആവിഷ്കരിക്കുകയാണ്. ന്യായീകരണ ക്യാപ്സ്യൂളുകൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആധുനിക അടിമയുഗത്തെ നന്നായി പ്രദർശിപ്പിക്കുന്ന സിനിമയിൽ മദ്യം പോലും മയക്കുന്ന മറവിയുടെ പ്രതീകമായാണ് പ്രത്യക്ഷപ്പെടുന്നത്. മറവിയാണല്ലോ ഫാസിസത്തിന്റെ ആയുധമുനയും. സ്വന്തം പേരും വേരും മറക്കുവോളം അർജുൻ അശോകന്റെ തേവൻ എന്ന കഥാപാത്രം അധികാര പ്രയോഗത്തിന്റെ അതിക്രൂര വഴികളിൽ മുട്ടിലിഴഞ്ഞ് വിധേയപ്പെടുമ്പോൾ അധികാരഭ്രമത്തിന്റെ ആന്തരികാടലുകൾ തന്നെയാണ് പ്രേക്ഷക സമക്ഷം വെളിവാകുന്നത്. അധികാരത്തിനെതിരായ സമരം മറവികൾക്കെതിരെ ഓർമ്മകൾ നയിക്കുന്ന സമരമാണെന്ന് മിലാൻ കുന്ദേര നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ സ്മരണകൾ തന്നെയാണ് നമ്മെ പൂർണ്ണരാക്കുന്നത് എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ അതിന് നല്ല പൂരകമാകുന്നുണ്ട്. ഇവിടെ ഓർമ്മകളെ മായ്ച്ചുകൊണ്ട് ഒരാളുടെ അസ്തിത്വത്തെ തന്നെ ഡിലീറ്റ് ചെയ്യുകയാണ്. മറവിയെ ഒന്നാന്തരം രാഷ്ട്രീയായുധമാക്കുന്ന വിധത്തിൽ കൃത്രിമമായി നിരന്തരം നിർമ്മിച്ചെടുക്കുന്ന പ്രതിച്ഛായയുടെ പ്രൊപ്പഗാൻഡ രാഷ്ട്രീയത്തിലൂടെ സാധാരണക്കാരുടെ സങ്കടങ്ങളെയാണ് മയക്കി മായ്ച്ചില്ലാതാക്കുന്നത്. അധികാരഭ്രമ നിർഭയരായ ആധുനിക യുഗത്തിൽ സർവാധിപത്യം അങ്ങനെ സ്വാഭാവിക നീതിയാകുകയാണ്. താഴെയുള്ളവരെ തലയുയർത്താൻ അനുവദിക്കാത്ത ഭ്രമയുഗത്തിലെ സർവാധികാരിയെ പോലെ അവകാശങ്ങളെക്കുറിച്ചല്ലാതെ ആനുകൂല്യങ്ങളെക്കുറിച്ചും മാത്രം വാചാലമാകുന്ന ഗ്യാരണ്ടി രാഷ്ട്രീയം പൗരന്മാരെ പ്രജകളാക്കുന്ന പ്രതിലോഭ പരിപാടി തന്നെയാണ്. രാജശാസനകളുടെ ചെങ്കോൽ രാഷ്ട്രീയമല്ല, അദാനിക്ക് മാത്രമല്ലാതെ ആം ആദ്മിക്കും ഇടമുള്ള പൊതുജനക്ഷേമത്തിലൂന്നിയ ജനാധിപത്യ രീതിയാണ് ഇവിടെ പുലരേണ്ടത്. സമൂഹത്തിൽ മാത്രമല്ല സഭയിലും സമാനമായ ഉടമ അടിമബന്ധത്തിന്റെ സംഭ്രമങ്ങൾ സാധാരണമാണിപ്പോൾ. സിനിമ അവസാനിക്കുന്നത് ഒരു മോതിരമാറ്റത്തോടെയാണ്. പരമാധികാരത്തിന്റെ ചാത്ത നിഗ്രഹത്തിനു ശേഷം തേവൻ എന്ന കീഴാളി കഥാപാത്രമണിയുന്ന അധികാരമോതിരം. അധികാരപത്രതയുടെ അതിക്രൂര പരമ്പരകൾ അവസാനിക്കുന്നില്ലെന്ന സന്ദേശമാണ് സമ്മാനിക്കുന്നത്. കൂടുതലായി ഒരു ഭാരവും ആളുകളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനോടൊപ്പം അപ്പസ്തോലന്മാർക്കും തോന്നാനിടയാക്കിയ ജെറൂസലേം സിനഡിന്റെ ചൈതന്യം നഷ്ടപ്പെട്ട സിനഡ് പിതാക്കന്മാർ പാരമ്പര്യ സംരക്ഷണത്തിന്റെ പുതിയ ഭാരങ്ങൾ സഭാമക്കളുടെ മേൽ കഠിനമായി ഏൽപ്പിക്കുമ്പോൾ അവരിൽ ചിലരെങ്കിലും വിരലിലണയുന്ന വിവാഹമോതിരം വൈരാഗ്യമോതിരമായി പരിണമിക്കുന്നുവോ എന്ന സംശയവുമുണ്ട്. സർവാധികാരം അരിയിട്ട് വാഴുന്നിടത്ത് അനുസരണം വലിയ പുണ്യമായി വാഴ്ത്തപ്പെടും. അവസാനമില്ലാത്ത കോടതി വ്യവഹാരങ്ങളിലേക്ക് ആരാധന വിഷയത്തെ വലിച്ചിഴയ്ക്കുമ്പോൾ പീലാത്തോസിന്റെ വിജാതീയ പ്രത്തോറിയത്തിൽ മുറിവണിഞ്ഞ ക്രിസ്തു നിശബ്ദമായി നിലവിളിക്കുകയാണ്. സമഗ്രാധിപത്യത്തിന്റെ അന്ധകാര ശക്തികൾ തിമിർത്താടുന്ന ആധുനിക ഭ്രമയുഗത്തിൽ സ്വതന്ത്ര ചിന്തയുടെ തീച്ചൂട്ടുകളാകുവാൻ ക്ഷണമുണ്ടാകുമ്പോൾ
അത് സ്വീകരിക്കുന്നവരുടെ എണ്ണവും ഗുണവുമത്രേ ജനാധിപത്യ ഭാരതത്തിന്റെ ഭാവിയും ഭാഗധേയവും.